ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ എൻ്റെ വീഡിയോ ജോൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ ബെസ്റ്റിയുടെ മക്കൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അവർക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയും മക്കളുമായിട്ട് നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് പോലെ പോവേണം. കാര്യം പുറത്ത് പോകാനുള്ള ചാൻസ് വളരെ കുറച്ച് എനിക്ക് കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന ചാൻസ് മാക്സിമം യൂസ് ചെയ്തിരിക്കും. അങ്ങനെ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ട് പോവേണം. ഇന്ന് നമുക്ക് മെയിനായിട്ട് 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് സ്കൂളിൽ പോകണം, പിന്നെ ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാവരും മറക്കാതെ ചെയ്തേക്കും. ഗൈസ്, നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെയും ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഈ കാണുന്ന കെട്ടിട സമുച്ചയങ്ങളാണ് ദ ലാർജസ്റ്റ് IT പാർക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ജോനിൻ്റെ സ്കൂൾ വരുന്നത്. അങ്ങനെ ജോലിൻ്റെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഇത് കഴക്കൂട്ടം MGM സെൻട്രൽ പബ്ലിക് സ്കൂളാണ്. ജോലിയുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇന്ന് പാരൻസ് മീറ്റിംഗ് ആയതുകൊണ്ടായിരിക്കും ഇന്ന് റെഗുലർ ക്ലാസ്സസ് ഒന്നുമില്ല. കുട്ടികളെയൊന്നും കാണുന്നില്ല, വലിയ തിരക്കുമില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്കൂളാണ്. വളരെ ഹൈജീനിക് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, സ്റ്റഡീസിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുള്ള ട്രെയിനിങ് ആണെങ്കിലും സാധാരണ എല്ലാ സ്കൂളിലും ഇല്ലാത്ത ഹോഴ്സ് റൈഡിങ് ആൻഡ് സ്വിമ്മിങ്, അങ്ങനെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, പിന്നെ അഫോർഡബിൾ റേറ്റിലുള്ള ഒരു ബോർഡിംഗ് സ്കൂളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഈ സ്കൂൾ. ഇനി നമുക്ക് ഇവിടുത്തെ പാർക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുഞ്ഞു പാർക്ക്. ചെറിയ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ക്യൂട്ട് പാർക്ക്. ചെറിയ ചെറിയ റൈഡ്സും കളർഫുള്ളായിട്ടുള്ള മരങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു പാർക്ക്. അങ്ങനെ ജുവലിൻ്റെ പാരൻസ് മീറ്റിങ്ങും എൻ്റെ ബെസ്റ്റ് രേവതിയുടെ മക്കളെ അക്കുവിൻ്റെയും ശിവയുടെയും എൻട്രൻസ് എക്സാമും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് വെൺപാലവട്ടത്തുള്ള ഇമ്പീരിയൽ കിച്ചണിലാണ്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്നും വിശന്ന് വലഞ്ഞാണ് നമ്മൾ ഇമ്പീരിയൽ കിച്ചണിലേക്ക് വന്നത്. പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ തകർന്നു പോയി ഗായ്സ്. നമുക്ക് ആർക്കും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും സീറ്റ് കിട്ടി. ഇനി വിശപ്പ് കാരണമാണോ എന്തോ ശിവ ഒരു സ്ട്രോ എടുത്ത് പോർക്കിൽ കുത്തി കഴിക്കുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഫുഡ് എത്തിയിട്ടുണ്ട്. രണ്ട് ചിക്കൻ ബിരിയാണി, ഒരു ചിക്കൻ നൂഡിൽസ്, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, ഒരു ബട്ടർ ചിക്കൻ, ഒരു പനീർ മാംഗോ കറി, പിന്നെ 2 പൊറോട്ടയും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചതുകൊണ്ട് ഫുഡൊന്നും തന്നെ വേസ്റ്റ് ആയില്ല. പിന്നെ ഒരു ഫ്രഷ് ജ്യൂസും ഒരു ലൈം സോഡയും ഒരു ടെൻഡർ കോക്കനട്ട് പായസവും മേടിച്ചു. റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.